നമുക്ക് പുരോഗതിയും ആത്മവിശ്വാസവും ഉണ്ടാവാനും നിലനിർത്താനും ഉപകരിക്കുന്ന ഒരു പരിശീലനം തന്നെയാണ്. ഇത് നമ്മൾ സ്വായത്തമാകുന്നതോടെ നമ്മുടെ വളർച്ച നാം അറിയാതെ തന്നെ അതിൻ്റെ ഭാഗവാക്ക് ആവുമെന്നുള്ളതാണ്. ഞാൻ ഇതിനു നേരത്തെ പറഞ്ഞ വിനോദ പഠനയാത്രയുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ടും ഇവിടെ അടുത്തിടപഴകാൻ സാധിച്ച സമയത്ത് അവരിൽ നിന്നെല്ലാം ഓരോരോ കാര്യങ്ങൾ, ഓരോ വ്യക്തിയിൽ നിന്നും ഓരോരോ പാഠങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഇത് ചർച്ച ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു അനുഭവം. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കോട്ടക്കലിൽ നിന്നുള്ള ബാലചന്ദ്രൻ സാറ് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു പരിശീലനം നമ്മൾ ഒരു ഏറ്റവും മിനിമം ഒരു 10 ക്ലാസ്സെങ്കിലും ഇവിടെ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നിട്ട് നമ്മൾ പരിശീലിക്കണം. അതിന് കൂടെ തന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 10 ക്ലാസ് തുടർച്ചയായിരിക്കണം എന്നും കൂടിയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ആ തുടർച്ചയായിട്ട് നമ്മൾ ആ 10 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫൈസൽ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും കൂടുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്കാണ് ഞാൻ ഇന്ന് ഇവിടെ വരാനുണ്ടായ സാഹചര്യം. തീർച്ചയായിട്ടും എനിക്കതിൻ്റെ ഒരു പിന്തുടർച്ച ലഭിക്കട്ടെ എന്ന് ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നു. ഇനി ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതോട് ബന്ധപ്പെട്ട് ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറാണ്. ഗവൺമെൻറ് സെക്ടറിൽ നിർമ്മിതി കേന്ദ്ര എന്ന സ്ഥാപനത്തിൽ AE ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിനോടനുബന്ധപ്പെട്ട് തന്നെ 3-4 പ്രൈവറ്റ് ആയിട്ടുള്ള സൈറ്റുകളും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം അവിടേക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഒരു സൈറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു വർക്ക് സൈറ്റിൽ ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ ആ സൈറ്റ് സന്ദർശിച്ചു. അവിടെയുള്ള എല്ലാ പണിക്കാരെയും ഒന്ന് ജസ്റ്റ് എല്ലാം കണ്ടു. അവർക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തു കൊടുത്തു. ഇനി എന്നെ വിളിച്ച് കിട്ടാൽ സമയത്തിന് ഒരുപക്ഷെ അവൈലബിൾ ആവില്ല. ആയതിനാൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റുകൾ അവരോട് തന്നെ ചെയ്യാനും വേണ്ടി അവരെ തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ട് എല്ലാം അവരെ ഏൽപ്പിച്ചാണ് ഞാൻ ആ സൈറ്റിൽ നിന്നും പോന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ദിവസത്തിലെ ഒരു വലിയ ഒരു തലവേദന എന്നല്ല, നമ്മളില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ അവർക്ക് ഏകോപിപ്പിച്ച് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇന്ന് ഒരു മനസ്സമാധാനത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏറ്റവും വേണ്ട ഒരു നല്ലൊരു റിലാക്സേഷൻ നമുക്ക് വേണം. അതിന് നമ്മൾ ചെറുതായിട്ട് നമുക്കിപ്പോൾ ഒരാളിപ്പോൾ 10 തവണ ചിലപ്പം എന്തെങ്കിലും കാര്യത്തിന് ഫോൺ വിളിക്കുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ഫോൺ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ടെൻഷനും കൂടും, നമ്മുടെ ടെൻഷനും കൂടും. അതിൽ 10-ൽ 1 തവണ ഫോൺ എടുത്തിട്ട് അവരെടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെൻഷനും മാറി, നമ്മളെ ടെൻഷൻ അതിലേറെ 10 ഇരട്ടി നമ്മുടെ ടെൻഷൻ മാറും. അപ്പോൾ ആ രീതിയിലൊരു അറേഞ്ച്മെൻറ്റ്സ് ഇന്ന് ഞാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ 2-3 സൈറ്റുകളുണ്ടായിരുന്നു. അതെല്ലാം ഫോണിൽ വരുന്ന വഴിയിൽ ഫോണിലൂടെ എല്ലാം നിയന്ത്രിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അഥവാ ഫോണിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വോയിസിൽ ഇട്ടിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യത്തോട് കൂടിയിട്ട് അവരെല്ലാം ഏർപ്പാടുകളും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. തുടർന്ന് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് നേരെ ബ്രൈറ്റ് അക്കാദമി ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. യാത്രയുടെ വഴിമധ്യേ നമ്മുടെ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ ഫൈസൽ സാറിൻ്റെ ഫോൺ കോൾ വന്നു. 2 പേര് ഓൺ ദ വേയിലുണ്ട്. ഒന്ന് ജോൺസൺ സാറും പിന്നെ
ഇവർ മുക്കത്തുനിന്ന് REC വരുന്ന ഇവർ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പരിചയപ്പെട്ടിട്ടായിരുന്നു. പക്ഷേ ഈ ഫോൺ കോളിൻ്റെ തിരക്കിൽ പേര് മാത്രം മറന്നു. എന്നിരുന്നാലും വിശദമായി പരിചയപ്പെടാൻ ഇൻഷാ അല്ലാഹ്. അവരെ രണ്ടുപേരെയും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ഒരാൾ ഓൾറെഡി വളാഞ്ചേരി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ആൾ ഇവിടെ ഏകദേശം ഇവിടെ എത്താറായി എന്ന് അറിഞ്ഞപ്പോൾ അതിൽ സന്തോഷം. തുടർന്ന് ഈ ബൃഹത്തായ ഈ ഒരു പരിശീലന പരിപാടിയിൽ പങ്കുചേരാനും തുടർന്ന് ഇന്ന് വൈകുന്നേരം വരെ വലിയ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ താമസിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രീക്വൻസി നഷ്ടപ്പെടേണ്ട എന്നുള്ള ഇതിലാണ്. നാളെയും ഏകദേശം ഉച്ചവരെയെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലെ പ്ലാനിങ്. അത് പഠിച്ചതിന് അനുഗ്രഹം നൽകട്ടെ. ഇനി സാറ് തന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെപ്പോലെ സ്വയം പരിചയപ്പെടുത്തുവാനും അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാനും നമ്മോടൊപ്പം കൂടിയിരിക്കുന്ന മറ്റു സുഹൃത്തുക്കളെയും ഓരോരുത്തരും അനുഭവം പങ്കുവെക്കുന്നതിലേക്കായിട്ട് ഞാൻ ചുരുക്കി പറയുന്നു. നന്ദി. നമസ്കാരം. ഈ ഒരു അക്കാഡമിയിൽ വരുവാനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കുവാനും സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ വരുന്നത് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. കൊട്ടാരക്കരയെപ്പറ്റി കൂടുതൽ കേട്ട് കാണും. കൊട്ടാരക്കരയിൽ ഗണേഷ് കുമാറിൻ്റെ നാടാണ് കൊട്ടാരക്കര. R ബാലകൃഷ്ണപിള്ള, പിന്നീട് ഒരുപാട് സായി കുമാർ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സുള്ള ഒരു നാടാണ് കൊട്ടാരക്കര. ഞാൻ ഇന്നലെ രാത്രിയാണ് യാത്ര ചെയ്ത് ഞാൻ തൃശ്ശൂരാണ് എത്തിയത്. എനിക്ക് തൃശ്ശൂർ വരെയാണ് ഒരു ബസ്സാണ് കിട്ടിയത്. 2 ദിവസം മുന്നേ ഞാൻ ബസ് ബുക്ക് ചെയ്തു. അങ്ങനെ ട്രെയിൻ കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ബസ്സിൽ തൃശ്ശൂർ എത്തി. രാവിലെ 5 മണിക്ക് എത്തി. പിന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഞാൻ റൂം എടുക്കാൻ ചോദിക്കും. ഞാൻ പറഞ്ഞു ഫ്രഷായിട്ട് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് യാത്ര ചെയ്ത് പോകാമെന്ന്. അവിടെ ജംഗ്ഷൻ സിറ്റി തന്നെയുള്ള ഒരു റെസിഡൻസി ചോദിച്ചും പറഞ്ഞു അങ്ങനെയില്ല, നമുക്ക് ഒരു ദിവസത്തെ റെൻ്റ് അടച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്ന്. പിന്നെ നമ്മൾക്ക് രാത്രി 5 മണിയാണ്, വേറൊരു നിവൃത്തിയില്ല. ശരി, ഞാൻ അവിടെ കയറി ഫ്രഷായി. 5 മണിക്ക് കയറിയെങ്കിലും ഞാൻ ഒരു 8 മണി വരെ നല്ലതുപോലെ ഒന്ന് ഉറങ്ങി. കാര്യം രാത്രിയിൽ ക്ഷീണം എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് സ്റ്റേജിൽ കയറിയുള്ള വലിയ പരിചയങ്ങളില്ല, എന്നാലും 1-2 സ്ഥലങ്ങളിൽ ഞാൻ കയറി സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് പറയുക, സാർ ആദ്യം പറഞ്ഞ ആ ഒരു പോയിൻ്റാണ്, നിർത്തുന്നില്ല, വിഷയങ്ങൾ പലതായി പോകും. ഇതാണ് എൻ്റെ ഒരു ചെറിയ പ്രശ്നം. പക്ഷേ സ്റ്റേജ് മൈക്കിൽ കൂടെ അങ്ങനെ കൂടുതലായിട്ട് ജീവിതത്തിൽ ഞാൻ സംസാരിച്ച് കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം നമുക്ക് ഒളിച്ചോടേണ്ടി വന്നു. കാര്യം പിന്നീടാവട്ടെ, പിന്നീട്. കാര്യം ഞാനിപ്പം ഇതിൽ മുൻകൈയെടുത്ത് ഇറങ്ങാൻ കാര്യം, ഒരു കുടുംബയോഗമുണ്ട്, ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുണ്ട്. ഈ ഫാമിലി ഗ്രൂപ്പിൽ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എന്നാൽ കഴിഞ്ഞ വർഷത്തെ സ്വാഗത പ്രസംഗം ഞാനാണ്, അധ്യക്ഷ പ്രസംഗം ഞാനാണ് ചെയ്യേണ്ടത്. പ്രസിഡൻ്റാണ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. അന്നേരം ഞാൻ കുറേ എഴുതി,
കുറേ പേരുടെ കയ്യിൽ നിന്ന് ലിസ്റ്റുകൾ തയ്യാറാക്കി ഫൈനൽ DTP എടുത്തു, പഠിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ചെറിയ മിസ്റ്റേക്കുകൾ അവിടെയും എനിക്ക് വന്നു. അന്നേരം ഇനിയിപ്പം ജനുവരി 11-ാം തീയതി ശനിയാഴ്ചയാണ് അടുത്ത വാർഷിക യോഗം. അതിനു മുന്നേ ആ ഒരു വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ എനിക്കിവിടെ കയറി വന്നപ്പോൾ തന്നെ എന്തോ എന്ന് എനിക്കറിയില്ല, എൻ്റെ പേടി മാറി. ഇല്ല, നമ്മൾ അത് ഓരോ സ്ഥലത്ത് എത്തിപ്പെടുമ്പോഴാണല്ലോ അതിനെപ്പറ്റി അറിയുന്നത്. ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഞാനിപ്പം വണ്ടിയിലാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് പേ പാർക്കിംഗ് വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വണ്ടിയിൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേ തന്നെ കാറിൽ തന്നെ ഓടിച്ച് പട്ടാമ്പിയിൽ വരെ വന്നിട്ടുണ്ട്. ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട്. പെരിങ്ങോട്ട് കരയെന്ന് പറയുന്നത്, പെരിങ്ങോട്ട് കരയിൽ പെരിങ്ങോടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം അങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മൾക്ക് ഇവിടെ വന്ന് ഇറങ്ങി പട്ടാമ്പി അല്ല, നമ്മൾക്ക് ഷൊർണൂർ വന്ന് ഇറങ്ങി ആദ്യമായിട്ടാണ് ഞാൻ ഷൊർണൂർ വരുന്നത്. എനിക്ക് ആ റൂട്ട് വരേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല. കാര്യം ഞാൻ കൂടുതൽ ഈ ബാംഗ്ലൂർ, കോയമ്പത്തൂർ ആ ഒരു റൂട്ടാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല. അങ്ങനെ നിലമ്പൂർ ഒരു പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഷൊർണൂർ ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പ്രദേശത്ത് ഇത് ചെയ്യുന്നത്. അന്നേരം ഞാൻ അവിടുന്ന് ഒരു ടാക്സി വിളിച്ചാണ് വന്നത്. ആ ടാക്സിക്കാരൻ ഈ ഒരു സ്ഥലപ്പേര് ചോദിച്ചപ്പോൾ എവിടെയാ ഇത് പാലക്കാട് വേറെ സ്ഥലത്താണെന്നൊക്കെ അവർ പറയുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കിലോമീറ്ററിന് പൈസ തരാം, നിങ്ങൾ എത്ര രൂപയാണെന്ന് പറ, കിലോമീറ്റർ വണ്ടി ഓടത്തില്ല, റോഡൊക്കെ പോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ശരി, അവർക്ക് അഡ്രസ്സ് കറക്റ്റ് വേണം എന്ന് ഞാൻ ഒപ്പം പറഞ്ഞു. പിന്നീട് അടുത്ത സ്ഥലം പറഞ്ഞു. അങ്ങനെ സ്ഥലം പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും അത്രത്തോളം അങ്ങോട്ട് ഈ സ്ഥലത്തെ പറ്റിയൊരു നിശ്ചയമില്ല. ശരി, അന്നേരം ഒരു തുക പറഞ്ഞു. ആ തുകയിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും ദൂരം ഞാൻ ഒരു നൈറ്റ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റം മാർത്താണ്ഡം, കന്യാകുമാരി ജില്ലയിലാണ്. മാർത്താണ്ഡം എന്നുള്ള സ്ഥലത്താണ് ഞാൻ കൂടുതലും എൻ്റെ പ്രവർത്തന മേഖല. കാര്യം ഞാൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നടത്തുന്ന ആളാണ്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി മീൻസ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിനും. എനിക്ക് എറണാകുളത്തൊരു സ്റ്റഡി അബ്രോഡ് സ്ഥാപനമുണ്ട്. കോട്ടയം, തിരുവല്ല, കൊട്ടാരക്കര, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും തിരക്കാണ്. ഇപ്പം ഒരു കാര്യം കുറേ സ്റ്റാഫുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഫോണിൽ കൂടെയുള്ള തിരക്കുകൾ ഒരുപാടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീസൺ ടൈം കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ്. ഈ അഡ്മിഷൻ +2 റിസൾട്ട് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് നവംബറൊക്കെ ആകുമ്പോൾ ഞാൻ വർക്കുകൾ കുറേ തീരും. അതുകൊണ്ട് തന്നെയാണ് ഇതെന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുക, അറിയുക എന്നുള്ളൊരു നിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ വന്നത്. എന്നെ അങ്ങേയറ്റം തൊട്ട് തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റം തമിഴ്നാടാണ് മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങേയറ്റം നമ്മുടെ പാലക്കാടിനോട് ചേർന്ന് നമ്മുടെ തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഇത്രയും ദൂരം എനിക്ക് എവിടെ ആയാലും എനിക്ക് പ്രസംഗകല ഇല്ലെങ്കിൽ ഈ സ്റ്റേജ് ഫിവർ മൈക്കിൻ്റെ അടുത്ത് വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഒഴിവാവണം എന്നുള്ള നിശ്ചയമായിട്ടാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് യാത്രയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ചില ഉണ്ടായിട്ടുള്ളത്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എനിക്ക് 1-2 കാര്യം സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് അതിശയമായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അന്നേരം ഞാൻ നമ്മുടെ ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ച് അവിടെ ഞാൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ ഞാൻ തന്നെ എന്നോട് 2 വാക്ക് സംസാരിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ഒരു വീട് ഒരു റിനോവേഷൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബാത്റൂമിൽ എന്തായാലും ഒരു കണ്ണാടി വയ്ക്കാൻ തീരുമാനിച്ചു.
അല്ല, ഒന്ന് കാണുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ സ്വയമേ നമ്മളെ ഒന്ന് കാണണം, നമ്മൾക്കൊന്ന് സംസാരിക്കണം, നമ്മുടെ മുഖം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം. അന്നേരം അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ യാത്രയിൽ എനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ഓക്കെ, പിന്നെ എൻ്റെ സ്ഥാപനത്തെപ്പറ്റി ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഓക്കെ, എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോന് UK യിലാണ്, ഇളയ മോനിപ്പം +2 കഴിഞ്ഞ് അവന് ഡിഗ്രിക്ക് കയറി, വൈഫ് ഹൗസ് വൈഫാണ്. ഇതാണ് എൻ്റെ കുടുംബം. ഓക്കെ, ഇനി വന്നിട്ട് നമ്മൾക്ക് കുറേ, ഞാൻ ഇന്നും നാളെയും ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്, ഞാനിത് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ സാർ എന്നോട് പറഞ്ഞത് ഞായറാഴ്ച ദിവസം മാത്രമേ ക്ലാസ് ഉള്ളൂ, ഞായറാഴ്ച മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരാ, എനിക്ക് ശനിയാഴ്ചയും കൂടെ കിട്ടുമെങ്കിൽ നല്ല ദൂരം വരുന്നതല്ലേ, ശരി നമുക്ക് അത് ചെയ്യാം. ആ ഒരു കാര്യം ചെയ്തു തന്ന സാറിന് ഭയങ്കരമായിട്ടുള്ള എൻ്റെ ഹൃദയമായ ഒരു നന്ദി ഈ ഒരു സമയത്ത് ഞാനത് അറിയിക്കുകയാണ്. കാര്യം ഒരു വ്യക്തിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കരുണ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം. അന്നേരം സാറിന് ചിലപ്പം പല കാര്യങ്ങളും ശനിയാഴ്ച ഉണ്ടാവും, സൺഡേ മീറ്റിംഗ് മാത്രമുള്ളപ്പോൾ എനിക്കറിയാം എന്നെ പ്രതീക്ഷിച്ചാണ് തുടക്കം. 1ാമത്തെ പേരെൻ്റെയാണ് കിടന്നത്. അതുകൊണ്ടും എനിക്കറിയാം എന്നെ പ്രതീക്ഷിച്ച് സാറ് ഈ ഒരു ദിവസം ക്ലാസ് വെച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് എന്നെ ശ്രവിച്ച എല്ലാവരെയും നമ്മൾ കേൾക്കാം, പരിചയപ്പെടാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എവിടെ മീറ്റിങ്ങുകൾ ഉണ്ടായാലും സാറ് പറഞ്ഞതുപോലെ ഞാൻ പോകും. രാഷ്ട്രീയ പാർട്ടിയല്ല, മതപരമല്ല, എന്തായാലും ഞാൻ വണ്ടി പോകണം, ജസ്റ്റ് 5 മിനിറ്റ് ഒന്ന് ചിലപ്പം കേൾക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അതിൽ എന്താണോ നമുക്കിഷ്ടപ്പെട്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ നമ്മൾക്ക് അത് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടുന്നു, നമ്മൾക്കെല്ലാവരും നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും, എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നല്ല മനോഹരമായ വാക്കുകൾ, ചിട്ടയോടെ, വ്യക്തതയോടെ, വാക്കുകളൊന്നുമില്ലാതെ വ്യക്തമായി പരിചയപ്പെടുത്തി.